ഒരുപാട് മനുഷ്യബന്ധങ്ങളുടെ വില കൽപ്പിക്കുന്ന ഒരു നല്ലൊരു ചിത്രം. നിവിൻ പോളി നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇതിൽ ശരിക്കും തിരിച്ചു വന്നു. അടിപൊളിയാണ് പടം. ഒരു ക്ലാസ് മൂവിയാണ്. രാഷ്ട്രീയത്തിൻ്റെ ഉണ്ട്, മതപരമായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കോർത്തിണക്കൊണ്ട് ഒരു നല്ല പടം. നമ്മൾ ഡിജോ ചേട്ടനെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി അത് എന്തായാലും ഉണ്ട്. ഒരു ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിവിൻ പോളി നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇതിൽ ശരിക്കും തിരിച്ചു വന്നു. അടിപൊളിയാണ് പടം. ധ്യാൻ ചേട്ടനും എല്ലാവരും കൊള്ളാം. നല്ല പടം. ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന, ഒരുപാട് മനുഷ്യബന്ധങ്ങളുടെ വില കൽപ്പിക്കുന്ന ഒരു നല്ലൊരു ചിത്രം. ഒരുപാട് കോമഡി ഉണ്ട് ഇതിനകത്ത്. എല്ലാം കൂടി മിക്സഡായിട്ട് നല്ലൊരു സാധനം. കുറേ കാലത്തിന് ശേഷം നിവിൻ പോളി നല്ല രീതിയിൽ അത് പടം നല്ല സക്സസ് ആവാവുന്ന ഒരു പടം. ഒരു ക്ലാസ് മൂവിയാണ്. അത് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു മൂവി എന്നുള്ളത്. ഗംഭീരമൊക്കെ ഉണ്ട്. അതായത് മറ്റേ അഗ്നിചെറുകൾ അതൊക്കെ വന്നപ്പോൾ നല്ലോണം രസമായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാവുന്നൊരു മൂവിയാണ്. മസ്റ്റ് വാച്ചബിൾ. ഇവിടെ കമ്പാക്കാണ്. നല്ല പടം, നല്ല എൻ്റർടൈൻമെൻറ്റ് പടമായിരുന്നു. കോമഡി ഉണ്ട്, രാഷ്ട്രീയത്തിൻ്റെ ഉണ്ട്, മതപരമായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കോർത്തിണക്കൊണ്ട് ഒരു നല്ല പടം. നന്നായി കണ്ടിരിക്കാം തീർച്ചയായിട്ടും. കുറേ നാൾ കഴിഞ്ഞ് ഒരു നല്ലൊരു ചേഞ്ച്, നല്ലൊരു ബ്രേക്ക്, നല്ലൊരു കോമഡി ഫിലിം, പ്ലസ് അതിനൊരു നല്ല മെസ്സേജും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ഫിലിം. മൂവി നമ്മൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം അതിൻ്റെ ഫോട്ടോഗ്രാഫിയും എല്ലാം കൂടെ എൻജോയ് ചെയ്യണം. നല്ല മ്യൂസിക്കാണ്, മ്യൂസിക് സൂപ്പറാണ്. സോങ്സ് ഐ വാസ് എൻജോയിങ്. അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഫുൾ എൻ്റർടൈൻമെൻറ്റ്, നല്ല മെസ്സേജുള്ള ഫിലിമാണ്. താങ്ക് യു.